പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കപ്പെടാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വേഗത്തിൽ ചില ചിന്തകളിലേക്ക് പ്രവേശിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ കർത്താവിനെ ആരാധിച്ച് കടന്നു പോകുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ഞാൻ ഇന്ന് എന്ത് സംസാരിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് തന്നെ സംസാരിക്കണം എന്റെ അകത്തൊരു ചിന്ത വരികയുണ്ടായി. സാധാരണ ലോകമെങ്ങും ഈ വരുന്ന ആഴ്ചകളിൽ 25-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുകയാണല്ലോ. ക്രിസ്മസ് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെന്തക്കോസ്തുകാർക്ക് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാറില്ല. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാരണം, യേശു കർത്താവ് ജനിച്ചതിന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് പ്രസക്തി ജനനത്തിന്റെ ഡേറ്റ് അല്ലാത്തത് കൊണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കേണ്ട ആവശ്യകതയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടും, ഹല്ലേലൂയ, യേശു നമ്മുടെ ഹൃദയത്തിൽ, പെന്തക്കോസ്ത് അനുഭവമുള്ളവർക്ക് യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പെന്തക്കോസ്ത് അനുഭവത്തിലുള്ളവർ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ലോകമെങ്ങും മറ്റ് സമുദായക്കാർ ലോകമെങ്ങും ആഘോഷിക്കുന്നുണ്ട്. ആഘോഷം കൂടിപ്പോകുന്നവരുമുണ്ട്, അല്ലേ? ചാലക്കുടിയിലൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടക്കുന്ന സമയം ഈ ക്രിസ്മസ് സമയത്താണെന്ന് തോന്നുന്നു. വിളക്കുകൾ, കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന സമയം, കേക്ക് വിൽപ്പന നടക്കുന്ന സമയം, വിളക്കുകൾ വിൽക്കുന്ന സമയം എല്ലാം. എന്നാൽ വാസ്തവത്തിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന ആ അനുഭവം പെന്തക്കോസ്ത് വിശ്വാസമുള്ളവർക്കുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റിന്, ആ ആഘോഷങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇനിയും പല കാരണങ്ങൾ നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. യേശു കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ ഡേറ്റോ ടൈമോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനോ ചരിത്രകാരന്മാർ അത് പ്രസ്താവിക്കുവാനോ ഇടയായിട്ടില്ല. നിങ്ങളുടെ അറിവുകളിലേക്കായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ 25-ാം ഡിസംബർ 25 ക്രിസ്മസ് ആയി ആഘോഷിക്കാൻ തുടങ്ങിയത് റോമൻ ചക്രവർത്തി ആയിരിക്കുന്ന കോൺസ്റ്റന്റൈന്റെ കാലത്താണ്. 25-ാം തീയതി ഡിസംബർ എന്നുള്ളത് പർട്ടിക്കുലർ ഡേറ്റ് വെച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത്. റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റൈൻ അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നത് കൊണ്ടാണ് അത് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കലണ്ടർ എല്ലാവർക്കും കിട്ടിയല്ലോ. കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡയോനീഷ്യസ് എക്സിഗസ് എന്ന് പറയുന്ന 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ക്രിസ്തീയ സന്യാസിയാണ് ഈ കലണ്ടർ സ്റ്റാർട്ട് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കലണ്ടർ ഇപ്പോൾ നമ്മൾ ആ കലണ്ടർ പിന്തുടരുന്നു. അദ്ദേഹമാണ് ഈ കലണ്ടർ സിസ്റ്റം കൊണ്ടുവന്നത്. ഇനി യേശു കർത്താവ്, കുറച്ച് അറിവുകൾ ഞാൻ പറയുന്നതേ ഉള്ളൂ, പിന്നെ വചനത്തിലേക്ക് പ്രവേശിക്കും. യേശു കർത്താവ് ജനിച്ചത് ഡിസംബറിലല്ല, അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തല്ല എന്ന് ഒരു വിഭാഗക്കാർ അല്ലെങ്കിൽ ചരിത്രകാരന്മാർ ചിലർ പ്രസ്താവിക്കുന്നു. അതിനുള്ള കാരണം ശൈത്യകാലത്ത് ഈ ഇടയന്മാരൊന്നും ആടുകളുമായി അവരുടെ വലിയ കുന്നുകളിൽ ആടുകളെ മേയിക്കാറില്ല. കാരണം ഈ ശൈത്യകാലത്ത് മഞ്ഞിങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അവർ ആടുകളുമായി വെളിയിൽ പോകില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആട്ടിടയന്മാർക്ക് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഒരിക്കലും ആ സമയത്ത് അല്ല യേശു ക്രിസ്തു ജനിച്ചത് എന്ന്, അതുകൊണ്ട് ഡിസംബറിന് ഒരു പ്രാധാന്യമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. യേശു കർത്താവ് ജനിച്ചത് മാർച്ചിലാണെന്ന് പറയുന്നവരുണ്ട്. ചില രാജ്യത്തിലുള്ളവർ, അതായത് ഈജിപ്റ്റ്, റഷ്യ എന്നുള്ള രാജ്യങ്ങളിൽ ജനുവരിയിലും ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട്. മാർച്ചിലാണ് കർത്താവ് ജനിച്ചതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതിന് കാരണം മാർച്ച് സമയത്താണ് പെസഹ പെരുന്നാള്, യഹൂദന്റെ കലണ്ടർ പ്രകാരം പെസഹ പെരുന്നാൾ ആചരിച്ചത് നമ്മുടെ മാർച്ചുമായി ബന്ധപ്പെട്ട ദിനങ്ങളിലാണ്. പെസഹ നിങ്ങൾക്ക് അറിയാമല്ലോ, യേശു മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം പുറപ്പെടുവിച്ച് മോശയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുമ്പോൾ കടിഞ്ഞൂൽ കൂടെ കർത്താവ് തന്റെ ജനത്തെ പുറത്തെടുത്ത് ഒരു നായ പോലും അവർക്കെതിരെ കുരയ്ക്കാതെ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർ പെസഹ ആചരിച്ചു, അല്ലെ? കട്ടിലക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടുകയും സംഹാരദൂതൻ അവരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയും ആ ജനം പുറത്തു വരികയും ചെയ്തത് ഇസ്രായേൽ ജനം ആഘോഷിക്കുന്ന പെരുന്നാളാകുമല്ലോ പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാൾ യഹൂദന്റെ കലണ്ടർ പ്രകാരം ഏകദേശം മാർച്ച് ഏപ്രിൽ സമയത്താണ് നടക്കുന്നത്. ഈ പെസഹ പെരുന്നാൾ നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായി ചിതറിപ്പാർക്കുന്ന സകല യഹൂദന്മാരും യെരൂശലേമിലേക്ക്, അവരുടെ പ്രധാന സ്ഥലമായ യെരൂശലേമിലേക്ക് വരികയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് റോമൻ ഗവൺമെന്റ് അവരുടെ സെൻസസ് എടുത്തിരുന്നത്
ഈ പെരുന്നാൾ സമയത്തായിരുന്നു. കാരണം വെളിയിൽ പോയവരെല്ലാം തിരിച്ച് ആ സമയത്ത് വരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ട്, എത്ര കുട്ടികളുണ്ട് എന്നുള്ള സെൻസസ് റോമൻ ഗവൺമെന്റ് എടുക്കാൻ ഏറ്റവും ഈസി ആയിരുന്ന സമയം ഈ പെസഹ പെരുന്നാളിന്റെ സമയമായിരുന്നു. അത് മാർച്ച് ഏപ്രിൽ നമ്മളോട് കലണ്ടറുള്ള ബന്ധത്തിൽ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതല്ല, സെപ്റ്റംബറിലാണ്, ഒക്ടോബറിലാണ് കർത്താവ് ജനിച്ചതെന്ന് ഒരു വിഭാഗക്കാർ പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം കൂടാര പെരുന്നാളാണ്. യഹൂദന്റെ മറ്റൊരു പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ. കൂടാര പെരുന്നാള് അവർ ആഘോഷിച്ചിരുന്നത് ഈ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ച് 40 വർഷത്തോളം അവർ മരുഭൂമി യാത്രയിലായിരുന്നു. നാം പലപ്പോഴും പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ മന്നയും കാലപ്പക്ഷികൾ കൊണ്ട് അവർക്ക് ദൈവം തൃപ്തി വരുത്തി. സ്വർഗത്തിൽ നിന്ന് മന്ന അവർക്ക് പൊഴിച്ചു ദൈവം നൽകി, അല്ലെ? ലിബിയാഥാന്റെ തല അവർക്കായി ദൈവം തകർത്ത് കളഞ്ഞു. പകൽ മേഘസ്വരം രാത്രി അഗ്നിസ്വരം കൊണ്ട് ദൈവം അവരെ നടത്തി. ദൂതന്മാരുടെ സാന്നിധ്യത്തോടൊപ്പം ഉണ്ടായതുകൊണ്ട് ചെരുപ്പ് തേഞ്ഞില്ല, വസ്ത്രം കീറിപ്പോയില്ല. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ദൈവത്തിന്റെ വലിയൊരു പ്രൊട്ടക്ഷനിൽ, കരുതലിൽ ഈ ജനമായിരുന്നുകൊണ്ട് അവർ കൂടാരങ്ങളെ അടിച്ച് ദൈവത്തെ ഉയർത്തിയിരുന്നുകൊണ്ടും ദൈവത്തിന്റെ സാന്നിധ്യം സ്മാരക കൂടാരത്തെ കുറിച്ച് നാം പഠിച്ചതായതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം സ്മാരക കൂടാരത്തിൽ ഇറങ്ങി വരികയും മോശയോട് ഒരു സ്നേഹിതനെ പോലെ ദൈവം സംസാരിക്കുകയും ജനത്തിനുള്ള ഇൻസ്ട്രക്ഷൻസുകളെ കൈമാറുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് തൊട്ട് അവർ ആചരിച്ചിരുന്ന, അതിന്റെ ഓർമ്മയ്ക്കായി അവർ ആചരിച്ചിരുന്ന പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. യഹൂദന്റെ കലണ്ടർ പ്രകാരവും നമ്മുടെ കലണ്ടർ പ്രകാരം അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അവർ ആചരിച്ചിരുന്നത്. ഈ സെയിം പോലെ തന്നെ പെസഹ പെരുന്നാളിന്റെ സമയത്തെ പോലെ തന്നെ ഈ ചിതറിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലുള്ള യഹൂദന്മാർ യെരുശലേമിലേക്ക് കടന്നു വരികയും ആ സമയത്തും റോമൻ ഗവൺമെന്റ് സെൻസസ് എടുക്കാനുള്ള, കാരണം പേർ വഴി ചാർത്തേണ്ടതിന്, അല്ലെ, അവർ കുഞ്ഞുമായും മറിയയുമായും യോസഫ് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സെൻസസ് എടുക്കുന്ന സമയം സെപ്റ്റംബർ ഒക്ടോബർ സമയത്തായതുകൊണ്ട് അപ്പോൾ ഈ യെരുശലേമിലേക്ക് വരുന്ന യഹൂദന്മാർ അവർ ടെന്റുകളുമായിട്ട് വരും. ഒരു സ്ഥലങ്ങളിൽ വരുന്ന ടെന്റുകളുമായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ റാസക്കേമയുടെ റോഡിന്റെ 2 സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ സൈറ്റ് സമയമാകുമ്പോൾ ഫുള്ള് അബുദാബിയിൽ നിന്ന് വരെയുള്ള ആൾക്കാർ വന്ന് ടെന്റ് അടിച്ച് താമസിക്കുന്നതാണ്. പക്ഷെ യഹൂദന്മാർ വന്നിരുന്ന അവരുടെ പെരുന്നാളുമായിട്ടുള്ള ബന്ധത്തിൽ സത്രങ്ങളെല്ലാം, അല്ലെ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായില്ല എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നും പാക്ഡ് ആകുന്ന രീതിയിൽ എല്ലാ സത്രങ്ങളും, ഹോട്ടലുകൾ, അവിടെ ഉണ്ടായിരുന്ന വീടുകളെല്ലാം ഫുള്ളാകും. അതുകൂടാതെ അവർ കൊണ്ടിരുന്ന ടെന്റുകളിലൂടെ അവർ താമസിച്ച് അവർ ഈ പെരുന്നാൾ കൂടിയ ശേഷമാണ് മടങ്ങുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ജനന സമയത്ത് അവർക്ക് താമസിക്കാനായി സ്ഥലമില്ലാതെ വന്നതിന്റെ കാരണമാണ്. ആ സമയത്തും ഇവർ സെൻസസ് എടുക്കുന്നത് കൊണ്ട് യേശു കർത്താവിന്റെ ജനന സമയം സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മാസങ്ങളിലാണെന്ന് കരുതപ്പെടുന്നു. ഞാൻ ഒരു അറിവിനായി പറഞ്ഞതേ ഉള്ളൂ. മരാമ കൺവെൻഷന്റെ സമയത്ത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ സന്ദർശിച്ച് അവിടെ ജീപ്പ് ഓടിച്ച് അവിടെ നിന്ന് കല്ലും മണ്ണുമായിട്ട് കടന്നു വന്ന ഒരു മനുഷ്യനുണ്ട്. ജെയിംസ് യുവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജെയിംസ് യുവിൻ മാരാമ കൺവെൻഷൻ സമയത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ചന്ദ്രനിൽ നിന്നുള്ളൊരു കല്ല് കൊണ്ടുവന്നവരെ കാണിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്, സ്വർഗത്തിലിരിക്കുന്ന സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഇറങ്ങി വന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പോയ ദൈവം സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കല്ലോ മണ്ണോ വാരിക്കൊണ്ട് വരികയോ ചെയ്യുന്നതിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, തന്റെ പ്രപഞ്ച സൃഷ്ടിയായിരിക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ സ്ത്രീയിൽ ജന്മമെടുക്കുവാൻ, ഒരു കുറുപ്രാവിനെ മാത്രം യാഗം കഴിപ്പാൻ, അത്ര ദാരിദ്ര്യാവസ്ഥയിലായിരുന്ന ഒരു കുടുംബത്തിൽ മലനാട്ടിൽ വചനത്തെ റിസീവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സാധാരണക്കാരുടെ അടുത്തേക്ക് ദൈവദൂതൻ ഇറങ്ങി വരികയും അവളിൽ പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിതമാകുകയും ചെയ്ത കർത്താവ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ജനിച്ചിട്ട് ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ജനിച്ചതിന് ശേഷം 33 വർഷം ജീവിച്ച, അത്ഭുതങ്ങളെ ചെയ്ത് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവമായവനല്ല, ദൈവമായിരുന്നവൻ മനുഷ്യനായി പിറന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനാണ് അത് ക്ലിയറായിട്ട് എഴുതുന്നത്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു.
കർത്താവിനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ദൈവത്തോടൊപ്പം സമത്വമുണ്ടായിരുന്നവൻ, തൃത്വത്തിൽ ഒരുവനായിരുന്നവൻ, താൻ ഭൂമിയിലേക്ക് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി മറിയയിൽ ജന്മമെടുക്കുമ്പോൾ അവൻ മനുഷ്യനായി പിറക്കുകയായിരുന്നു. Praise the Lord. Hallelujah. യേശുവിന്റെ ജനനം പെട്ടെന്ന് സംഭവിച്ചതല്ല, മരണം പെട്ടെന്ന് സംഭവിച്ചതല്ല എന്നൊക്കെ നാം ചിന്തിച്ചിട്ടുണ്ട്. യേശുവിന്റെ ജനനത്തിന് 700 സംവത്സരങ്ങൾക്ക് മുമ്പ് മീഖാ പ്രവാചകൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു. 5-ാം അധ്യായം മീഖാ 5:2 നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവൻ പുരാതനനായ ദൈവമാണ്. Praise the Lord. സകല സൃഷ്ടിക്കുമാദ്യജാതനായവനാണ്. എല്ലാവരെക്കാളും മുന്നേ ഉള്ളവനാണ്. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ഉള്ളവരെ കുറിച്ച് മീഖായിൽ വച്ചിരിക്കുകയാണ്. പുരാതനനായ ദൈവം അവൻ ബേത്ലഹേമിൽ എഫ്രാത്തിൽ ജനിക്കും. യെശയ്യാ പ്രവാചകൻ ഏകദേശം 600 സംവത്സരങ്ങൾക്ക് മുമ്പ് മീഖായ്ക്ക് ശേഷം 2 വേദഭാഗങ്ങൾ വേഗം ഓടിച്ചു വായിക്കാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചക പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. യെശയ്യാ പ്രവാചക പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾക്ക് അടയാളം വരും, ഒരു കന്യക അവൾ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിന് കോടാനുകോടി ദൂതന്മാരുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ ദൂതുകളെ അറിയിക്കുന്ന ദൂതന്മാരുണ്ട്, യുദ്ധത്തിനായി അയക്കപ്പെടുന്ന ദൂതന്മാരുണ്ട്. അശൂർ പാളയത്തിൽ ഒരു ദൂതനിറങ്ങി ലക്ഷക്കണക്കിന് ജനത്തെ കൊന്നുകളഞ്ഞു ദൂതറിയിക്കുന്ന ദൂതന്മാരുണ്ട്. അവരിൽ പ്രധാനിയാണ് ഗബ്രിയേൽ. ഗബ്രിയേൽ ദൂതനെ അയച്ച് ഗബ്രിയേൽ ദൂതൻ മറിയോട് സംസാരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട് അല്ലേ, ഇമ്മാനുവേൽ, നമ്മോട് കൂടെ എന്നുള്ള അർത്ഥം വരുന്ന ഇമ്മാനുവേൽ എന്ന പേര്. ഈ ഇമ്മാനുവേൽ എന്ന എക്സാക്ട് പേര് 600 സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന യെശയ്യാവിന്റെ അധരങ്ങളിൽ ദൈവം കൊടുത്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. Praise the Lord. Hallelujah. അങ്ങനെ ഇന്ന് രാത്രി നമുക്ക് ഒരു ദൂത് റിസീവ് ചെയ്യാം. Hallelujah. ഭാവിയിൽ നമ്മോട് നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ഇരിക്കുന്ന ദൈവ പദ്ധതികളെ പേരുൾപ്പെടെ
സമാധാനത്തിന്റെ പ്രഭു. നിത്യപിതാവ്. ഇതൊക്കെ വിശുദ്ധാത്മാവിൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുക. ലോകത്തിൽ പോകട്ടെ. യോഹന്നാനെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ 1:1 നാം ചിന്തിച്ചതാണ്. 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഫുൾ ഓഫ് ഗ്രേസ് ആണ് നമ്മുടെ കർത്താവ്. അതുപോലെ കൃപയും സത്യവും കൊണ്ട് നിറഞ്ഞവനാണ്. വചനം ജഡമായി തീർന്നു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു. ഞങ്ങൾ വെറുതെ വിശ്വസിക്കുകയല്ല, വെറുതെ കൽപ്പിത കലകളോ കിഴവി കഥകളോ പറയുകയല്ല. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടിട്ടാണ് എഴുതുന്നത്. എങ്ങനെ യോഹന്നാൻ അത് കണ്ടത്? 9 ശിഷ്യന്മാരെ താഴ്വരയിൽ നിർത്തിയിട്ട് ഞങ്ങളെ 3 പേരെ കൂടെ അവൻ കയ്യെ പിടിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോയി. ഒരു മിറക്കിൾ വർക്കർ മാത്രമെന്ന് ഞങ്ങൾ ചിന്തിച്ച സ്ഥലത്ത് കനാവിലെ കല്യാണം, വെള്ളം വീഞ്ഞാക്കുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കുന്നവൻ, ലാസറിനെ പുറത്തു കൊണ്ടുവന്നവൻ, കൃഷ്ണരോഗിയെ സൗഖ്യമാക്കിയവൻ, ഞങ്ങളുടെ ഗുരു എന്നൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കരത്തിൽ പിടിച്ച് 3 പേരെ കൊണ്ട് മറുരൂപ വലയിൽ പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊരു കാഴ്ച കണ്ടു. അവന്റെ രൂപം മാറുന്നു. അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പുകളുടെ ശക്തി മാറുന്നു. അവന്റെ മുഖത്തിന്റെ തേജസ് മാറുന്നു. സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിക്കുന്നു. ദൈവം ആത്മാവിനെടുത്ത് പ്രവാചകന്മാർ മോശയും അവന് വേണ്ടി ഇറങ്ങി വരുന്നു. ശബ്ദം കൂടെ കേട്ടല്ലേ? ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി യോഹന്നാന് ആരുടെയെങ്കിലും സാക്ഷ്യം വേണോ? യോഹന്നാൻ പറഞ്ഞു, ഞാൻ കണ്ടതാണ് അവന്റെ തേജസ്, ഞാൻ കണ്ടതാണ് അവന്റെ പിതാവിന്റെ ശബ്ദം, ഞങ്ങൾ കണ്ടതാണ് അവന്റെ മുഖത്തിന്റെ തേജസ്, ഞങ്ങൾ കണ്ടതാണ് അവന്റെ വസ്ത്രത്തിന്റെ മാറ്റം. ഞങ്ങളുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി, ആത്മാവായിരുന്നവൻ വചനമായി, വചനമായിരുന്നവൻ ജഡമായി, ഞങ്ങളെ പോലെ ഫ്ലഷായി. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇടയിൽ പാർത്തത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 1:1 ആ വേടുകൾ അതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വായിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുള്ളൂ. 1 യോഹന്നാൻ 1:1 ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയത് ഞങ്ങളുടെ കൈ തൊട്ടത്. മഹാപുരോഹിതന്മാരല്ല, സദൂക്യന്മാരല്ല, പരീശന്മാരല്ല, ആര് തന്നെ ക്രിസ്തു അല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ കൈ തൊട്ടത്, ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതാ. ഇനി ഒരാളുടെ സാക്ഷ്യം ആവശ്യമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമില്ലേ? ഇന്ന് ആരാധനാലയത്തിൽ ഇരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടല്ല, കർത്താവിനെ തൊട്ടതുകൊണ്ട്. ഞങ്ങളത് കണ്ട് സാക്ഷീകരിച്ചു. പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ്. യോഹന്നാനെ പ്രത്യേകിച്ച് 3 ശിഷ്യന്മാർ, 9 ശിഷ്യന്മാരെ ദൈവം താഴ്വരയിലൊക്കെ നിർത്തി. പക്ഷെ ഇവരെ 3 പേരെ കർത്താവ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഇവർക്ക് വേറെ ആരുടെ സാക്ഷ്യം ആവശ്യമില്ല. അവൻ ക്രിസ്തുവാകുന്നു. പിതാവിന്റെ ഏക തേജസ്സുള്ള പുത്രനാകുന്നു.
നിന്ന് ഒരു തെളിവ് കൂടാതെ യോഹന്നാൻ എഴുതി വെക്കുവാൻ കഴിഞ്ഞത് അവൻ കൈതൊട്ടവനാണ്. ഹല്ലേലൂയ. മാറോട് ചാരിയിരുന്നവനാണ്. ഹല്ലേലൂയ. അവന്റെ ചൂട് യോഹന്നാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗത്തിലേക്ക് കൂടെ വരാനെങ്കിലും സമയമെങ്കിലും ഒന്ന് വേഗത്തിൽ ഓടിച്ചു പോകാൻ ആഗ്രഹമുണ്ട്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. മത്തായി സുവിശേഷം 2:11. ആ വീട്ടിൽ ചെന്നു, അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ അവനെ, രണ്ടുപേരെയല്ല, വീണ അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും മുന്തിരിക്കവും കൂരും ഊരും അവർക്ക് കാഴ്ചവെച്ചു. ഈ വിദ്വാൻമാർ 3 പേരെ മാത്രമുള്ളതും 100 പരം വിദ്വാൻമാരുണ്ടെന്നും പലരും പറയുന്നുണ്ട്. ഇവര് പോയത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഏഷ്യൻ കൺട്രീസ് ആയ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് കർത്താവിനെ കാണാൻ പോയത്. നമുക്ക് സന്തോഷമില്ലേ? ഇന്ത്യയിൽ നിന്ന് കർത്താവിനെ കാണാൻ പോയെന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ഗോഡ്. ഏഷ്യൻ കൺട്രീസ് ആയ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് വിദ്വാൻമാർ ഇത്ര യാത്ര ചെയ്ത് യേശു കർത്താവിനെ കാണാൻ പോയതെന്നാണ് ഹല്ലേലൂയ പൊതുവിൽ പറയപ്പെടുന്നത്. ഇവര് ആദ്യം ചെല്ലുന്ന എവിടെയാണ്? ഹെരോദാവിന്റെ കൊട്ടാരത്തിലാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവരുടെ കൊട്ടാരത്തിൽ രാജാവായി ഇരിക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുക, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരുടെ കേട്ടപ്പോഴേ രാജാവിന്റെ കൈകാലം പിടിച്ചു അല്ലേ? രാജാവ് അവിടെയുള്ള മഹാപുരോഹിതന്മാരെ ശാസ്ത്രിമാരെ വിളിച്ചു പറയുകയാണ്, അവരെ ആ സമയത്ത് തന്നെ കൊന്നുകളയാം. പക്ഷെ രാജാവിന് കൊല്ലാൻ പറ്റാത്തൊരു കാര്യം, കൊന്നു കളയാത്തൊരു കാര്യം, ഇവര് സാധാ ആൾക്കാരല്ലെന്ന് രാജാവ് മനസ്സിലായി. വൈസ്മെൻസാണ്, വിദ്വാൻമാരാണ്. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും വെളിപ്പാടുണ്ടായിട്ടാണ് ഇവർ വരുന്നത്. വെറുതെ ഇവർ വരുത്തില്ല. സാധാരണക്കാരെ പോലെ ഇവരെ തട്ടിക്കളയാൻ പറ്റത്തില്ല. ഇവർ പറയുന്ന പദത്തിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. എന്തോ വെളിപ്പാടോ പ്രവചനമോ ഇവരുടെ പിന്നിൽ ഉള്ളത് കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതും ധൈര്യത്തോടെ. ഇപ്പോൾ ദാസൻ പറഞ്ഞതുപോലെ അഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് അല്ലാതെ ഇത് ഏരിയാന്ന് പറയണമെങ്കിൽ ഒരു സാധാരണക്കാരനെ എന്ന് പറയാൻ പറ്റുന്നില്ല. ഒരു ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ ദൂതും അവന്റെ പിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അവനെ തൊടാതെ ഒരു സംരക്ഷണ വലയത്തിനകത്ത് ദൈവം ആക്കുമെന്ന് അവനൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ദൂത് വെളിപ്പെട്ടത്. അതുപോലെ ഈ വിദ്വാൻമാർ സംസാരിക്കുകയാണ്. വിദ്വാൻമാർ സംസാരിക്കുമ്പോൾ അവിടെയുള്ള മഹാപുരോഹിതന്മാരെ ശാസ്ത്രന്മാരെയും കൂടെ ഈ ഹെരോദാരാജാവ് വിളിച്ചു ചോദിക്കുന്നത്, ഇങ്ങനെ വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോഴാണ് അവർ ഈ മീകാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അത് ബേത്ലഹേമിൽ നിന്ന് ഒരുവൻ ജനിക്കുന്നു, സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ദൂത് എഴുതിയിട്ടുള്ള ദൂത് രാജാവിന്റെ അടുത്ത് റെഫർ ചെയ്ത ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എന്നാൽ ഈ കർത്താവിനെ കാണാൻ പോകുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? വിദ്വാൻമാർ ദൂരെ യാത്ര ചെയ്ത് വന്നവര് കർത്താവിനെ കാണാൻ ഹെരോദാവിനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്തിട്ട് വരാം, നീ അവിടെ എവിടെയാണ്, ഞാനിവിടെ പോയി വിസിറ്റ് ചെയ്യാം, കൊന്നുകളയാന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്ന ഹെരോദാവിനോട് പറഞ്ഞു ഞങ്ങൾ അവരെ കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ ഈ ശാസ്ത്രിമാരും അവിടെയുള്ള യഹൂദ പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവരോട് പോയി. ഒന്നിനവർ ഭയപ്പെട്ടായിരിക്കും പോകാത്ത, അല്ലെങ്കിൽ വചനം അവർക്ക് അറിയാം, പക്ഷെ അത് വിശ്വസിച്ച് അംഗീകരിച്ച് കർത്താവിനെ കാണാനുള്ള താല്പര്യം അവർക്കില്ല. ഹല്ലേലൂയ. പലർക്കും വചനം കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ജീവിതത്തിൽ ഏറ്റെടുത്ത് എനിക്ക് സാന്നിധ്യം അനുഭവിക്കണം എന്ന് ആഗ്രഹമുള്ളത് ചുരുക്കം. ഇവർ 3 കാര്യങ്ങളാണ് കർത്താവിന് കൊടുത്തത്. അതൊന്നും തൊട്ടച്ച് പോകാനുള്ള സമയമുള്ളൂ. 3 കാര്യങ്ങളായിരുന്നു കർത്താവ് കൊടുത്തത്. എന്തൊക്കെയാണ്? പൊന്ന്, മൂര്, കുന്തിരിക്കം. പൊന്ന് രാജാവിന്റെ പദവിയെ കാണിക്കുന്നതാണ്, രാജകീയ പദവിയെ കാണിക്കുന്നതാണ് പൊന്ന്. കുന്തിരിക്കം നമുക്കറിയാം. കുന്തിരിക്കുന്നത് നമ്മൾ പഠിച്ചല്ലേ? ഏത് പുരുഷത്തിന്റെ കഥയാണ്? കുന്തിരിക്കം ആരാധനയെ കാണിക്കുന്ന, ഡിവിനിറ്റി ആരാധനയെ കാണിക്കുന്ന. ഇവർ വെറുതെ എന്തെങ്കിലും കേട്ട് പുറപ്പെട്ടതല്ല, ഇവരൊരു വെളിപ്പാടോടും ദർശനത്തോടും കൂടെ പുറപ്പെട്ടതാണ്. അവൻ രാജാവായി പിറന്നവനാണ്. രാജാവിന് ഗോൾഡ് കൊടുക്കുകയാണ്. രാജാവായി പിറന്നവന്റെ ആ ലക്ഷണത്തെ കാണിക്കുന്ന ഗോൾഡ് അവന് കൊടുക്കുന്നു. 2, ആരാധന സ്വീകരിക്കുന്നവനാണ് അവൻ. നമുക്കറിയാം, ജാതികൾ ഉൾപ്പെടെയുള്ളവർ കുന്തിരിക്കം ഉപയോഗിച്ച ധൂപവർഗം ഉണ്ടാക്കി ആരാധിക്കുന്നു പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ കുന്തിരിക്കം ധൂപവർഗം അത് ആരാധനയെ കാണിക്കുന്നതാണ്. മൂര് എന്താണെന്നറിയാമോ? മൂര്
മൂരിനെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഒന്ന് വായിക്കാം. ഇതൊരു ഗമ്മാണ്. ഒരു ട്രീയുടെ, ഒരു സ്പെഷ്യൽ സ്പൈസ് ആയിട്ടുള്ള ട്രീയുടെ അകത്ത് ഉണ്ടാകുന്ന കോമി ഹോറ എന്നറിയപ്പെടുന്ന ഒരു ട്രീക്കകത്ത് ഉണ്ടാകുന്ന ഒരു ഗമ്മാണ് മൂര്. ഈ ഗമ്മ് യൂസ് ചെയ്യുന്നത് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക്, പ്രത്യേകിച്ചു സുഗന്ധലേപനങ്ങൾ പുരട്ടി ലാസറിനെയൊക്കെ അടയ്ക്കുന്ന പോലെ മരിച്ചുപോയവരുടെ ശരീരത്തെ പുരട്ടുന്നതിനും വൈദ്യപരമായ കാര്യങ്ങൾക്കും ഇത് മൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സുഗന്ധലേപനങ്ങൾ പുരട്ടി ഈ മരിച്ചുപോയ വ്യക്തിയെ അടക്കം ചെയ്യാൻ, എംബാം ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രധാനമായ ഒരു വസ്തുവാണ് മൂര്. ജനിച്ചപ്പോഴേ തന്നെ വിദ്വാൻമാർ കൊണ്ടുവന്ന് മൂരൂടെ കൊടുക്കുക. കാരണം അവർക്കകത്തൊരു വെളിപ്പാടുണ്ടായിരുന്നു, ഇവൻ ജനിച്ചത് ഒരു മരണത്തിനു വേണ്ടിയുള്ള. Praise the Lord. Hallelujah. മാനവജാതിയുടെ മുഴുവൻ പാപപരിഹാരത്തിനായി Hallelujah ഒരുവൻ മരണപ്പെടാൻ പോകുന്നു. അവന് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവന്റെ ശരീരം അരിമത്തിക്കാരനായ യോസേഫിന്റെ കല്ലറയിൽ അടക്കും. Hallelujah. എന്നാൽ സുഗന്ധദ്രവ്യങ്ങൾ വെച്ച് അടക്കിയ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. അതിന്റെ അടയാളമായിട്ടാണ് അവർ മൂരിലൂടെ കൊടുത്തത്. വേഗത്തിൽ ദിവസത്തിലേക്കാണ് നമ്മൾ ചേർന്നുമാറി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. എന്റെ കർത്താവ് അടക്കപ്പെട്ടവനല്ല. ഹല്ലേലൂയ. ഇന്ന് അവന്റെ കല്ലറ സന്ദർശിച്ചാൽ കർത്താവിനെ ഇവിടെ കാണുവാൻ കഴിയത്തില്ല. അവൻ ഇവിടെ ഇല്ല എന്നൊരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഉലകത്തിൽ ഒരു കല്ലറയുടെ മുമ്പിൽ എല്ലാ കല്ലറകളുടെയും മുമ്പിൽ അവരുടെ പേരും ജനിച്ച വർഷവും അടക്കപ്പെട്ട വർഷവും എഴുതി വയ്ക്കുമ്പോൾ ഒരുവന്റെ കല്ലറയുടെ മുമ്പിൽ മാത്രം എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? അവൻ എവിടെ പോയി? അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. അവൻ ലേഖത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ദൈവസഭയെ എതിരേൽക്കുവാൻ, ദൈവസഭയെ ഏറ്റെടുക്കുവാൻ അവൻ ലേഖത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൂതസംഘമാകവേ എന്നെ